ഫുഡ് വെറുതെ വഴിയിരിക്കുന്ന അങ്ങനെ കൊടുത്തല്ല, നമ്മള് ഫുഡ് കൊടുക്കുന്ന ചലഞ്ചായിട്ട് എടുത്തതാ, മനസ്സിലായോ? അതൊരു അന്നദാനമായിട്ട് കൊടുത്തൂടെ? അല്ല നിങ്ങൾ വീഡിയോ എടുക്കുന്നത് എന്തിനാ ബ്രോ? ഫുഡ് എടുത്തിട്ട് വീഡിയോ എടുത്ത ആരാ? പുള്ളി എന്തോ പറഞ്ഞ? എന്താ പുള്ളി എന്റെ മാമനാ. അതിന്റെ അവിടെ കഴിച്ച ചായ കുടിക്കാൻ പുള്ളി എന്തുവാ പറഞ്ഞ? ആഹാരം ചോദിച്ചു. നിങ്ങൾ എന്തിനാ വീഡിയോ എടുത്ത പുള്ളിയുടെ? നമ്മളൊരു ചലഞ്ച് കൊടുത്തതാ, എന്തോ 200 കൊടുക്കുന്ന രീതി. അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് എന്തിനാ? അതിന് നമ്മള് ഫുഡ് കൊടുക്കുന്ന ചലഞ്ചായിട്ട് എടുത്തതാ, മനസ്സിലായോ? അതൊരു അന്നദാനമായിട്ട് കൊടുത്തൂടെ? അല്ല നിങ്ങൾ വീഡിയോ എടുക്കുന്നത് എന്തിനാ ബ്രോ? ഞാൻ കഴിച്ചു. ബ്രോയുടെ പേരെന്തുവാ? ഇത്രക്ക് പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ. എവിടെ സ്ഥലം? എവിടെ? ഇവിടെ അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്തുള്ളതാണല്ലോ. ഞാൻ അവിടെ കരിക്കോടുള്ള. കരിക്കോട് എവിടെ? ഇപ്പൊ അവിടെ ഒരു എല്ലാ കടയിൽ അണ്ണം വിളിച്ചു പറഞ്ഞു എന്റെ മാമന്റെ വീഡിയോ. നമുക്ക് ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ നാണക്കേടല്ലേ ബ്രോ ഇത്? ചേട്ടാ ഞങ്ങളെ ഫുഡ് അങ്ങനെ ഞങ്ങൾ വെറുതെ ഇരിക്കുന്ന ഫുഡ് കൊടുത്തിട്ട് പോകില്ല, അതിനല്ല വീഡിയോ എടുക്കുന്നത്. നമ്മൾ ചലഞ്ചാണ് ചെയ്യുന്നത്, മനസ്സിലായ? എന്ത് ചലഞ്ചായാലേ ബ്രോ? എല്ലാരും കാണുന്നതല്ലേ? ആഹാരം കൊടുത്തിട്ട് ആൾക്കാർ ഒരുപാട് പേര് ആഹാരം ജോലിക്കും പോയ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അവർക്കെല്ലാം നിങ്ങൾ ആഹാരം മേടിച്ചു കൊടുക്കുക. അത് നമ്മളെ കുടുംബത്തിൽ ഫുഡൊക്കെ കഴിച്ചു, 2-3 ഫുഡ് കഴിച്ചു രാവിലെ. നിങ്ങൾ മാത്രമല്ല ഫുഡ് കൊണ്ട് കൊടുക്കുന്നത്, ഇവിടെ ഒരുപാട് ആൾക്കാർ ഫുഡ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നാണക്കേട. ചേട്ടൻ പറയുന്ന മനസ്സിലാക്കി. ഞാൻ ഇപ്പൊ ഒരാൾക്ക് ചോദിക്കുന്നു ഫുഡ് കഴിച്ചോ അല്ലെ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടോ ചോദിക്കുന്നത്, അല്ല ഞാൻ നിർബന്ധിച്ചു. ഇപ്പൊ നാളെ നമുക്കൊരു കല്യാണാലോചന വരുമ്പോഴത്തേക്ക് അല്ലെ വഴി കിടക്കുന്ന ആളാ ഇതാന്ന് പറഞ്ഞ് നമ്മൾ TV കണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഇത് കുടുംബമല്ലേ പറയുന്നത്? ശരിയല്ലേ ഞാൻ പറയുന്നത്? ഞങ്ങള് ചോദിച്ചിട്ട് എടുക്കുന്ന, മനസ്സിലായോ? നോക്കാം. എവിടെ വീട്? ഇത് നമ്മള് ചെറിയൊരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ക്യാമറ ആണോ? പുള്ളി ഇങ്ങനെ രാവിലെ ഇവിടെ വന്നിരിക്കും, ആഹാരമൊന്നും കഴിച്ചില്ലെന്ന് ഇങ്ങനെ ആൾക്കാരുടെ അടുത്തൊക്കെ പറയും. ഇവിടെ ഇനി 10 ഊണ് കൊണ്ട് അതിന് പുള്ളിയുടെ ഒരു സഞ്ചി കാണും കയ്യിൽ. ഉണ്ടായിരുന്നോ? അതിനകത്ത് ഊണ് കൊണ്ടുവയ്ക്കും. പിന്നെ ബ്രോ ഫുഡ് ഉണ്ടോന്ന് കഴിച്ചോന്ന് വെച്ചു, അപ്പൊ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ എടുക്കാന്ന് വെച്ചത്. അപ്പോൾ നമ്മള് ഈ ഒരു പ്രാങ്ക് ഇന്നത്തെ ഈ ഒരു വിഷയത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരുപാട് കംപ്ലൈന്റും പരാതികളും എല്ലാം വരുന്നുണ്ട്. ആവശ്യമില്ലാത്ത ഒരുപാട് പേര് ജോലിക്കും പോവാതെ ഇങ്ങനെ ഇരുന്നിട്ട് ചോറ് മേടിച്ച് ഊണ് കച്ചവടമൊക്കെ നടത്തുന്നെന്നും പറഞ്ഞ്. അപ്പോൾ ഇല്ലേ, സത്യം പറഞ്ഞാൽ വീട് കാണും, പക്ഷേ വീടും കാണും. പിന്നെ ചിലവർ വീട്ടിൽ നിന്ന് പിണങ്ങി വന്നിട്ട് ജോലിക്കും പോകാതൊക്കെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അർഹതപ്പെട്ടവർക്ക് ആഹാരം കിട്ടുന്നില്ല. അപ്പോൾ അവർ വെറും അവശ്യ നിലയെ കണ്ടെത്തി ഇങ്ങനെ ആൾക്കാർ പറഞ്ഞതിൻ്റെ ഇതിലാണ് നമ്മൾ ഇന്നൊരു പ്രാങ്ക് നമ്മളിവിടെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത പ്രാങ്കുമായിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഇതുവരത്തെ വീഡിയോ വീണ്ടും കാണാനായി നിങ്ങൾ നമ്മളെ അക്കൗണ്ട് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.